ഹലോ. ഓക്കെ, നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള തൊഴിലവസരങ്ങളുണ്ട് അല്ലെ? നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷാവർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ തേടി വരുന്നത് അത് ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ, എയ്ഡഡ് മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ അല്ലെ? അത് ഏതിലാണ്? ടീച്ചർ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്, അധ്യാപകർ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. അപ്പൊ ഒഴിവുകൾ ധാരാളമുണ്ട്. ലക്ഷോപലക്ഷം ഒഴിവുകൾ ഓരോ വർഷവും നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൽ ഗവൺമെന്റ് സെക്ടറുകളായാലും കറക്റ്റ് രീതികളിൽ അത് വിളിക്കുന്നുണ്ട്, എക്സാം നടത്തുന്നുണ്ട്. ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ചിലപ്പോഴൊക്കെ വൈകുകയും ചെയ്യുന്നുണ്ട് ചില ഏജൻസികൾ. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം KVS, കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെ കാര്യം പറയാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ദിവസേന നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ, വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ ഓരോ നിയമങ്ങൾ മാറി മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, 2026 1 ഇയർ ഒറ്റ വർഷ BEd എന്ന് പറയുന്ന ഒരു സംവിധാനം, പഴയ നമ്മുടെ 2014 ആ കാലഘട്ടങ്ങളിൽ അവസാനിപ്പിച്ച ഒരു വർഷ BEd തിരികെ വരുന്നുണ്ട്, PG-കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഒരു വർഷ MEd-ഉം തിരികെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ പഴയകാല ഡിഗ്രികളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ചട്ടങ്ങൾ, നിയമങ്ങൾ വരാൻ പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ടീച്ചിങ് മേഖലകളാണ്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിലവില് ടീച്ചറാകുവാനായിട്ട് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ BEd-ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിൽ റിസൾട്ട് വരാൻ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള KVS, NBS, EMRS, AEES, DSSB പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചിലപ്പോൾ ഒരു ഷോക്ക് ഉണ്ടായിരിക്കാം. മുൻകൂട്ടി ഈ വാർത്തകൾ, ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് വലിയ ഇഷ്യൂസ് വരത്തില്ല, അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ ചെറിയൊരു ഷോക്ക് തന്നെയാണ്. എന്നാൽ നിങ്ങളിത് കേട്ടോളൂ. ഈ വർഷം 2025 2025 സെപ്റ്റംബർ മാസത്തോടു കൂടി നമ്മുടെ NCT, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും അറിയാം അല്ലേ? NCT പുതിയ ഒരു പാഠ്യപദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ പഴയ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന BA, BEd, BSc, BEd ഇങ്ങനെയുള്ള കോഴ്സുകൾ നിർത്താൻ പോകും. 2025 സെപ്റ്റംബറോട് കൂടി അത് അവസാനിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ആ ഒരു കോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ആ കോഴ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോഴ്സ് ഈ 2025 സെപ്റ്റംബറോട് കൂടി നിർത്താൻ പോവുകയാണ്. എന്നിട്ട് പുതിയ ഒരു പ്രോഗ്രാം NCT കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും, ITEP അല്ലെ? ITEP എന്ന് പറയുന്ന അല്ലെ ഒരു പുതിയൊരു പ്രോഗ്രാം ടീച്ചിങ് മേഖലയിൽ കമ്പൽസറി ആക്കാൻ പോകുന്നു. അതായത് ഇപ്പോഴുള്ള ഈ പഴയ ഡിഗ്രി, ഓക്കെ, അതായത് പഴയ BA, BEd, BSc, BEd എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി പുതിയ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മോൾഡ് ചെയ്യപ്പെടുമ്പോൾ, ഈ ITEP എന്ന് പറയുന്ന പുതിയൊരു രീതിയിലേക്ക് വരുമ്പോൾ, അവിടെ അങ്ങനെ ഒരു മോൾഡിങ് സംഭവിക്കുമ്പോൾ 2025 സെപ്റ്റംബറോടുകൂടി അത് പൂർത്തീകരിക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ITEP-ൽ കൊണ്ടുവരാൻ പോകുന്നത്? എന്തെല്ലാം മോൾഡിങ്ങുകളാണ് വരാൻ പോകുന്നത്? BEd പൂർണ്ണമായിട്ടും നിർത്തലാക്കുമോ? ഓക്കെ, എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അധിക സമയമൊന്നും എടുക്കത്തില്ല. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSC-യിലേക്ക് സ്വാഗതം. ഞാൻ സുഭാഷ്. ഓക്കെ,
അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളിപ്പോ കണ്ടായിരിക്കും. ഇതിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വാർത്ത BA BEd BSc BEd നഹി. ഓക്കെ, ITEP പഠേങ്കേ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെ എന്താണ് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. ടീച്ചർ ആവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നിങ്ങളത് കേൾക്കണം. നമുക്കറിയാം 2023-24 കാലഘട്ടം മുതൽ 2023-2024 കാലഘട്ടം അല്ലെങ്കിൽ അക്കാദമിക് സെഷൻ മുതലാണ് ഏകദേശം ഇന്ത്യയിലെ 57ഓളം പ്രശസ്തമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും എന്ത് കൊണ്ടുവന്നു? 4 വർഷത്തെ 4 ഇയർ ആയിട്ടുള്ള സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പരിപാടി അല്ലേ? അതിനെയാണ് നമ്മൾ ITEP എന്ന് പറയുന്നത്. ആ ITEP കൊണ്ടുവന്നു, അല്ലെങ്കിൽ ITEP ആരംഭിച്ചു. ഓക്കെ, അത് കൊണ്ടുവന്നവരാണ് ഞാൻ ഈ പറയുന്ന NCT എന്ന് പറയുന്ന നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് അത് കൊണ്ടുവന്നത്. ഓക്കെ, അതായത് അതിന്റെ പേരെന്താണ്? NCT, ITEP എന്ന് പറയുന്ന സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പരിപാടി, ഇന്റഗ്രേറ്റഡ് ടീച്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലേ? അത് കൊണ്ടുവരുന്നത് നമുക്കറിയാം NEP എന്ന് പറയുന്നത് 2020 അല്ലെ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഫലമായിട്ടാണ് ഈ ഒരു പ്രധാന പരിപാടി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ 2021 ഒക്ടോബർ 26 NCT പുതിയ വിജ്ഞാപനം കൊണ്ടുവരികയും ITEP എന്ന് പറയുന്ന BA BEd BSc BEd BCom BEd എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് 4 വർഷത്തെ ഡ്യുവൽ മേജർ ഹോളിസ്റ്റിക് ബിരുദം എന്നുള്ള ഒരു ഡിഗ്രി എന്നുള്ള ലെവലിലേക്ക്. നമുക്കറിയാം നമ്മുടെ സ്കൂൾ ഘടന NEP 2020യുടെ ഫലമായിട്ട് നമ്മുടെ പുതിയ ഒരു സ്ട്രക്ചർ അനുസരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ ഘടന എന്ന് വെച്ചാൽ 4 സ്പെസിഫിക് ആയിട്ടുള്ള 4 ഘട്ടങ്ങളായിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്ന് ഫൗണ്ടേഷൻ സ്റ്റേജ്, പിന്നെ ഒന്ന് പ്രിപ്പറേറ്ററി, മിഡില്, സെക്കൻഡറി എന്ന് പറയുന്ന 4 സ്റ്റേജുകളിലാക്കി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പഴയകാല 10+3+3+ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5+3+3+4 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ITEP കൊണ്ടുവരികയും അതൊരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സായിട്ട് തുടങ്ങുകയും ചെയ്തു. അതിന് മുകളിലാണ് ഇപ്പോൾ NCT പറയുന്നത് അങ്ങനെയുള്ള BA BEd എന്ന് പറയുന്ന BSc BEd എന്ന് പറയുന്ന BCom BEd എന്ന് പറയുന്ന ആ ഒരു സംവിധാനവും നിർത്തലാക്കാൻ പോകും. ഓക്കെ, ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ITEPയിലെ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ സാധാരണ 3+2 എന്ന് പറയുന്ന, അതായത് 3 വർഷം ഡിഗ്രി പഠിച്ച് 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തെ BEd കൂടെ ചേർന്നിട്ട് മൊത്തം 5 ഇയർ 5 വർഷം ആകുന്നു എന്ന് പറഞ്ഞു. ആ 5 വർഷത്തിലെ 1 വർഷം കുറയ്ക്കാൻ വേണ്ടിയാണ് 4 ഇയർ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നത്. ഇപ്പൊ അതും വേണ്ട, അങ്ങനെ ഒരു സംവിധാനം വേണ്ട എന്ന് പറയുന്നു. ആ ഒരു സംയോജിത കോഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും, ആ 1 വർഷം അവർക്ക് കൂടുതൽ ലാഭിക്കും എന്ന് പറയുന്നു. അതിന് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ NCET അല്ലേ? NCET എന്ന് പറയുന്നത് ആരാണ്? നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇതുവഴിയാണ്, അതായത് ആ ഒരു ടെസ്റ്റ് NDA ആണ് എന്ത് ചെയ്യുന്നത്? അത് നടത്തുന്നത്. ഈ ടെസ്റ്റ് വഴിയാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഈ ITEP അത്യാധുനികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യയന രീതി നൽകുകയും ECCE എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആദ്യകാല ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സാക്ഷരത FLN എന്ന് പറയുന്ന ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം, അതിന്റെ മൂല്യങ്ങള്, ധാർമ്മികത, അതല്ലെങ്കിൽ കല, പാരമ്പര്യം, ഇവയെ കുറിച്ചുള്ള ധാരണയൊക്കെ കുട്ടികളുടെ ഇടയിൽ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, കൊണ്ടുവരുന്നതിന് വേണ്ടി, സ്ഥാപിക്കുന്നതിന് വേണ്ടി മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും ഒക്കെ ഇതിൽ ഇഴചേരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ വീണ്ടും ഇതിൽ മാറ്റം വരുത്താൻ പോകുന്നു.
ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ജനജാഗരണിലെ വാർത്തയാണ്, ഇന്നലെ വന്ന വാർത്തയാണ്. ഈ വാർത്ത വരാനുണ്ടായ കാരണം എന്താണെന്ന് പറയാം. ഈ വാർത്ത എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ NCT ആ ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ NCTയുടെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ NCTയുടെ സൈറ്റ് ഇതാണ്. NCT നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ NCTയുടെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇവിടെ ഉണ്ട് പബ്ലിക് നോട്ടീസ് ട്രാൻസിഷൻ ഓഫ് 4-year BA, B.Ed, BSc, B.Ed to ITEP. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ആ ഓർഡർ. ഓപ്പണിംഗ് ഓഫ് പോർട്ടൽ ഓഫ് പ്രൊവൈഡിംഗ് ഫൈനൽ ഓപ്പർച്യൂണിറ്റി ടു ദ റെക്കഗ്നൈസ്ഡ് എക്സിസ്റ്റിംഗ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് 4-year ഇന്റഗ്രേറ്റഡ് integrated BA, B.Ed course prior to omission of and the appendix 13 of National Council for Teacher Education Recognition Norms and Procedure Regulation 2014 to apply afresh of transition into 4-year integrated teacher education program ITEP. ഇവിടെ അതിന്റെ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഓർഡറിലും കാര്യങ്ങളിലും ഒക്കെ. എന്തുകൊണ്ടാണ് അത് ഈ ഒരു കോഴ്സ് അവർ ഒമിഷൻ ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? ഈ ഇപ്പോഴത്തെ ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള 4-year BA, B.Ed, BSc, B.Ed, BCom, B.Ed എന്ന് വെച്ചാൽ അതിനൊരു റിവ്യൂ നടത്തിയിട്ട് പുതിയ റെഗുലേഷൻസ് കൊണ്ടുവരാൻ പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ സംയോജിത വിദ്യാഭ്യാസ പരിപാടി ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ITEP എന്ന് പറയുന്ന അതിന്റെ പുതിയൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു ഈ വർഷം 2025 സെപ്റ്റംബറോടുകൂടി. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വർഷം മുതൽ മിക്കവാറും B.Ed എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ +2 കഴിയുമ്പോൾ തന്നെ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരു സെക്ഷനിലേക്ക്, അങ്ങനെ ഒരു കോഴ്സിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായി? 2025-26 അക്കാഡമിക് സെഷനിൽ ട്രാൻസിഷൻ ടു ITP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അതൊരു വേറൊരു വീഡിയോയിൽ പറയാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഇവിടെ CTET 1, CTET 2, CTET 3 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടില്ല. CTET 4 അങ്ങനെ വരുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം DLED, B.Ed പഠിച്ചവർക്ക് പ്രൈമറി ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, PRT എഴുതാൻ പറ്റത്തില്ല. ബട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം പുതിയൊരു നോംസ് വന്നിട്ടുണ്ട്. B.Edകാർക്കും PRT അപ്ലൈ ചെയ്യാം, എഴുതാം. അത് കേന്ദ്ര സംസ്ഥാനങ്ങൾ ഒരേപോലെയാണ്. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. അത് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അത് അഡോപ്റ്റ് ആയിട്ട് വരും. അതായത് B.Edകാർക്കും LP ടീച്ചർ അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന ഒരു രീതിയിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ B.Ed, BA, BSc, BCom, B.Ed, BA, B.Ed, BSc, B.Ed ഇവയൊക്കെ നിർത്താൻ പോകുന്നു. പുതിയൊരു കോഴ്സ്, പുതിയൊരു കാര്യം ITEP കൊണ്ടുവരികയാണ്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വിവിധതരം ടീച്ചർ കോഴ്സുകളിലേക്ക് വേണ്ടി KVS, NVS, EMRS, AES, DSSP, അതുപോലെ CTET, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ്, LPUP ലോങ് ടേം എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിംഗിലാണ്. താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഏതെങ്കിലും നമ്പറിൽ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജിലൂടെ ചോദിക്കുകയോ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.